ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. മിന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതാണ്. 1 കിലോയുടെ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാൻ 3/4 കപ്പ് മൈദ മാവും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 1 പ്രാവശ്യമേ അരിച്ചോളൂ. എന്നിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. 1 കിലോ കേക്കിന് 4 മുട്ട എന്ന അളവിലാണ് എടുക്കേണ്ടത്. അപ്പം മുട്ട 4 ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെള്ള എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വലിയ മുട്ടയാണെങ്കിൽ 3 മതി കേട്ടോ. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര അല്പം ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അല്പം ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് എടുത്താൽ മതി. പൊടിച്ചത് 1 കപ്പ് മതി കേട്ടോ. 1 കപ്പ് പഞ്ചസാരയാണ് 1 കിലോ കേക്കിന് കറക്റ്റ് അളവ്. 3/4 കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിക്കുമ്പോൾ അത് 1 കപ്പ് അളവിന് കിട്ടും. മുട്ടയും പഞ്ചസാരയൊക്കെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അല്പം വേണം ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സാക്കി എടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കണം. അപ്പോൾ നമുക്ക് വിസ്ക്കാണ് നല്ലത് കേട്ടോ. അപ്പം കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് വിസ്ക് വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ വെച്ച് ഒരിക്കലും ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. സ്പാച്ചിലയോ വിസ്കോ വെച്ച് ഇതൊന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാവൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലോ ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ചെറിയ ചൂട് പാല്. ഞാൻ 1 കിലോയുടെ കേക്ക് മോൾഡിൽ ഓയിലൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂപ്പിക്ക് വെച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ. ഞാൻ 15 ലിറ്ററിൻ്റെ കുക്കറിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് കൊണ്ട് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ 25 മിനിറ്റായി. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് വെന്തോ നോക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഒരു 10-40 മിനിറ്റ് എടുക്കും. നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇതിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തില്ല എന്നർത്ഥം. അങ്ങനെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ കേക്ക് ഇവിടെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിൽ നല്ലതുപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ആ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ പകുതി ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആറുന്ന നേരത്ത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം കേക്ക്. അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ ഇവിടെ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. നമുക്കിനി ഈ ക്രീമെല്ലാം കൂടി ഒരു പൈപ്പിംഗ് കവറിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ.
ഒരു കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച ശേഷം ഞാൻ അതിലേക്ക് ചോപ്പ് ചെയ്ത 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്താണ് അത് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഷുഗർ സിറപ്പ് ചോക്ലേറ്റ് സിറപ്പായി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാൻ കേക്ക് ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ സൈഡിലും സിറപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇവിടെ ക്രീമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ സിറപ്പ് ഒഴിച്ച് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ 3 ലെയർ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ക്രീം വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പം കൊക്കോ പൗഡറാണ് ചേർത്തത്. ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കിയത് കൊണ്ട് കൊക്കോ പൗഡർ ചേർത്താണ് ഞാൻ ക്രീം വിപ്പ് ചെയ്തെടുത്തത്. പിന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണമെന്ന്. പക്ഷേ ഞാൻ കേക്കിലങ്ങ് ഒതുക്കി. അങ്ങനെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇനി ഞാൻ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ ക്രീം ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസമായി കേട്ടോ. അതിനുശേഷം ഫസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ സൈഡൊന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതൊരു ഡിസൈനിങ് കിട്ടും. നമുക്ക് ചോക്ലേറ്റ് ഗിനാഷ് ഒഴിക്കുന്നത് കൊണ്ട് മുകളിൽ നല്ല ഫിനിഷിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരുവിധം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ ഡിസൈൻ ചെയ്ത് വീഡിയോ ഓഫായി പോയി. ഇനി ചോക്ലേറ്റ് ഗിനാഷും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഗിനാഷ് ഒഴിച്ചത് ഇതൊക്കെ ആയിപ്പോയി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആദ്യം ഫസ്റ്റ് ഒഴിച്ചൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, വീഡിയോ ഓഫായിരുന്നു. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് ഒഴിച്ച് മൊത്തത്തിലൊന്ന് കൊളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഗിനാഷ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് കളറിലെ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പൈപ്പിംഗ് കവറിൽ ഗിനാഷ് ഒഴിച്ചിട്ട് ഹോളിട്ട് കൊടുത്തപ്പോഴത്തേക്ക് വലുതായി പോയി. അങ്ങനെ ഞെക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡായി പോയതാണ് ഇങ്ങനെ കോളായിപ്പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ തന്നെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാലേ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.